Hi students, welcome to a new class. I am your political science faculty Ashif. So നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എന്താ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? പൊളിറ്റിക്കൽ സയൻസിൽ 2 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിന്റെ ആൻസറും ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ ഇനിയും കുറച്ച് ചാപ്റ്റേഴ്സ് കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട് അല്ലെ. അപ്പൊ ബാക്കി 2 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, explain the 2 eligibility conditions for the election of a Lok Sabha member. നമുക്ക് അങ്ങനെ പാടുണ്ട് അല്ലെ, യൂണിയൻ എക്സിക്യൂട്ടീവ്, പാർലമെന്റ് തുടങ്ങിയ വിശാലമായിട്ടുള്ള പാടുണ്ട്. അപ്പൊ ചോദ്യം എന്താണ്? നമ്മുടെ ലോക്സഭ മെമ്പർ ആവാനുള്ള ഏതെങ്കിലും 2 ക്വാളിഫിക്കേഷൻസ് ഇതാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. എന്താ? വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് വൺ എന്താ? ഇന്ത്യൻ പൗരനായിരിക്കണം അല്ലെ. നമ്മുടെ ലോക്സഭ മെമ്പർ ആണെങ്കിൽ ഫസ്റ്റ് വൺ എന്താ? ഇന്ത്യയുടെ ലോക്സഭ മെമ്പർ ആവണമെങ്കിൽ ആദ്യത്തെ പോയിന്റ് എന്താണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തത് എന്താ? കുറഞ്ഞത് 25 വയസ്സെങ്കിലും പ്രായമുണ്ടായിരിക്കണം. സോ ഒരു 25 ഇയേഴ്സ്, നമുക്ക് 25 വയസ്സെങ്കിലും പ്രായം ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. മൂന്നാമത്തത് എന്താ? രാജ്യത്തിലെ ഏതെങ്കിലും മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. സോ വളരെ സിമ്പിൾ ആണ്. ലോകസഭാ മെമ്പർ ആവാനുള്ള ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ അതിന്റെ എലിജിബിലിറ്റി ആണ്. ഫസ്റ്റ് വൺ എന്താണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തത് എന്താ? കുറഞ്ഞത് 25 വയസ്സെങ്കിലും പ്രായം ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് രാജ്യത്തെ ഏതെങ്കിലും മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. ദെൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ തന്നെ കണക്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ആ കണക്ഷൻ വെച്ച് നിങ്ങളൊന്ന് പറയൂ. യെസ്, എക്സ്പ്ലെയിൻ ദ 2 എലിജിബിലിറ്റി കണ്ടീഷൻസ് ഫോർ ദ എലക്ഷൻ ഓഫ് രാജ്യസഭ മെമ്പർ അല്ലെ. രാജ്യസഭ മെമ്പർ ആവാനുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാ? യെസ്, ഫസ്റ്റ് വൺ അത് തന്നെയാണ് അല്ലെ, ഇന്ത്യൻ പൗരനായിരിക്കണം. അപ്പൊ എല്ലാത്തിനെയും ഫസ്റ്റ് പോയിന്റ് അത് തന്നെയാണ്, ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തത് എന്താ? വയസ്സിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. കുറഞ്ഞത് 30 വയസ്സെങ്കിലും എന്താണ് രാജ്യസഭാ മെമ്പർ ആവാനായിട്ട് നമുക്ക് മത്സരിക്കാനുള്ള യോഗ്യത അല്ലെങ്കിൽ അതിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത എന്താണ്? കുറഞ്ഞത് 30 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. ആൻഡ് മൂന്നാമത്തത് എന്താണ്? രാജ്യസഭ എന്ന് പറയുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് അല്ലെ. അപ്പൊ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന ആ സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. ഈ 3 ക്വാളിഫിക്കേഷൻസ് വരുന്നത്. ഏതെങ്കിലും 2 ക്വാളിഫിക്കേഷൻസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോ അതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഇന്ത്യൻ പൗരനായിരിക്കണം. സെക്കൻഡ് വൺ കുറഞ്ഞത് 30 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. തേർഡ് വൺ നമ്മുടെ ഏത് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചിട്ടാണോ രാജ്യസഭയിലേക്ക് പോകുന്നത് ആ സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ എന്തുണ്ടായിരിക്കണം? പേരുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വീണ്ടും കണക്ട് ചെയ്തിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ എനി 2 ക്വാളിഫിക്കേഷൻസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ, ഇന്ത്യൻ രാഷ്ട്രപതി ആവാനുള്ള ഏതെങ്കിലും 2 ക്വാളിഫിക്കേഷൻസ്. നിങ്ങൾക്കൊക്കെ ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ താല്പര്യമുണ്ടോ? സോ നമുക്ക് ഈ ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ എന്താ? എല്ലാത്തിലും ഫസ്റ്റ് എന്താ? ഇന്ത്യൻ പൗരനായിരിക്കണം അല്ലെ. അപ്പൊ അത് സിമ്പിൾ ആണ്, ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തത് വയസ്സ് ഒന്നുകൂടി കൂടി, ആദ്യം 25 ചെയ്യുന്നു, പിന്നെ 30 ഇന്ത്യൻ പ്രസിഡന്റിലേക്ക് വരുമ്പോഴേക്കും കുറഞ്ഞത് 35 വയസ്സെങ്കിലും പ്രായമുണ്ടായിരിക്കണം. ആൻഡ് മൂന്നാമത്തെ പോയിന്റ്, ഗവൺമെന്റ് സെർവന്റ് ആകാൻ പാടില്ല. കറന്റ് ഗവൺമെന്റ് സർവീസിലൊന്നും അദ്ദേഹം എന്ത് ചെയ്യരുത്? സർവീസ് ഉണ്ടാവാൻ പാടില്ല. സോ ഇന്ത്യൻ പ്രസിഡന്റ് ആവാനുള്ള ക്വാളിഫിക്കേഷൻസ് ഇതാണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പലതവണ ആവർത്തിച്ച് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ എനി ക്വാളിഫിക്കേഷൻ ഫോർ ദ പോസ്റ്റ് സുപ്രീം കോടതി ജഡ്ജ്. സുപ്രീം കോടതിയിലെ ജഡ്ജ് ഹൈ പൊസിഷൻ ആണ് അല്ലെ. ആ പൊസിഷൻ ആവാനുള്ള ഒരു 2 ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ നമുക്കറിയാം, എന്താ? രാജ്യസഭക്കും ലോകസഭക്കും പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കൊക്കെ ഉള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? യെസ്, ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം അല്ലെ. ഇനി രണ്ടാമത്തതോ കുറച്ചും കൂടി കോടതിയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരു ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് 2 or 3 കോടതികളിലോ 5 വർഷം ജഡ്ജി ആയിട്ട് എന്ത് ചെയ്യണം? സേവനം അനുഷ്ഠിച്ചിരിക്കണം അല്ലെ. നമ്മൾ സ്കൂളിലൊക്കെ കുറെ വർക്ക് ചെയ്താലേ നമുക്ക് പ്രിൻസിപ്പൾ ആവാൻ പറ്റുള്ളൂ. അതുപോലെ ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ മറ്റു കീഴ്ക്കോടതിയിലൊക്കെ 5 വർഷമെങ്കിലും ജഡ്ജിയായിട്ട് സേവനം അനുഷ്ഠിച്ചിരിക്കണം. എങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സുപ്രീം കോടതി ജഡ്ജി ആവാൻ പറ്റുള്ളൂ. സോ ആ ക്വാളിഫിക്കേഷൻസ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലോക്സഭയുടെ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു, ലോക്സഭ മെമ്പർ ആവാനുള്ള, രാജ്യസഭാ മെമ്പറായിട്ട് തെരഞ്ഞെടുക്കപ്പെടാനുള്ള ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു. ദെൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടാനുള്ള ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു. ലാസ്റ്റ് ആയിട്ട് സുപ്രീം കോടതിയിലെ ജഡ്ജി ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു. സോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് കണക്ട് ചെയ്തിട്ട് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എലൈബറേറ്റ് ദ 2 ജുഡിഷ്യൽ ഏരിയാസ് ഓഫ് ദ സുപ്രീം കോർട്ട്. എന്താ ക്വസ്റ്റ്യൻ? മനസ്സിലായില്ലേ? എന്താണ്? നമ്മുടെ സുപ്രീം കോർട്ടിന്റെ ഏതെങ്കിലും 2 അധികാര പരിധികൾ, ഒരുപാട് അധികാര പരിധികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അറിയുന്നതൊക്കെ പാടെ എഴുതണ്ട, എത്ര എഴുതിയാലും 2 മാർക്കേ കിട്ടുള്ളൂ. അപ്പൊ 2 അധികാര പരിധി നോക്കാം. ഒന്നെന്താണ്? ഒരു വശത്ത് നമ്മുടെ ഇന്ത്യൻ സർക്കാരും മറുവശത്ത് 1 അതിലധികമോ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ആരാ പരിഹരിക്കേണ്ടത്? അഫ്കോഴ്സ് സുപ്രീം കോർട്ടാണ് പരിഹരിക്കേണ്ടത് അല്ലെ. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഒരു വശത്ത് ഇന്ത്യൻ സർക്കാരും മറുവശത്ത്
മറ്റേതെങ്കിലും ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത്, അതിലിടപെടുന്നത് ആരാണ്? ആ തർക്കങ്ങളിൽ ഇടപെടുന്നത് ആരാണ്? നമ്മുടെ സുപ്രീം കോർട്ടാണ്. നമ്മുടെ സുപ്രീം കോർട്ടിന്റെ അധികാര പരിധിയിൽപ്പെടുന്നതാണ്. രണ്ടാമത്തെ പോയിന്റോ, ഇനിയിപ്പോ ഒരു വശത്ത് കേന്ദ്ര സർക്കാർ അല്ല, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, അതിലും ആരാണ് ഇടപെടുന്നത്? സുപ്രീം കോർട്ടാണ് ഇടപെടുന്നത്. സോ വളരെ സിമ്പിൾ ആണ്. ഏതെങ്കിലും രണ്ട് ജുഡിക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്, സിമ്പിൾ ആയിട്ട് നമുക്കത് കവർ ചെയ്യാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ വൈ സുപ്രീം കോർട്ട് ഈസ് കോൾഡ് പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്താ ചോദ്യം? എന്താ എക്സ്പ്ലെയിൻ ചെയ്യാനാ? എന്താ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? നമ്മുടെ സുപ്രീം കോർട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിലെ നമ്മുടെ മൗലിക അവകാശങ്ങളുടെ പ്രൊട്ടക്ടർ ആണ്, സംരക്ഷകനാണ് എന്നൊന്ന് തെളിയിക്കൂ. അല്ലെങ്കിൽ അത് ആണോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നുണ്ടല്ലോ, സുപ്രീം കോർട്ട് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയപ്പെടുന്നത് എന്നാണ് ചോദ്യം. എന്താണ് ഉത്തരം? വളരെ സിമ്പിൾ ആണ്. നമ്മുടെ മൗലിക അവകാശങ്ങൾ നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഉത്തരവുകളും, ഇനി നമ്മുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനുള്ള റിട്ടുകളൊക്കെ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഇത്തരം മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് റിട്ടുകൾ പുറപ്പെടുവിക്കാം. അത്തരം അധികാരങ്ങളൊക്കെ സുപ്രീം കോടതിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ എന്താ പറയാം? സുപ്രീം കോടതി മൗലികാവകാശങ്ങളുടെ പ്രൊട്ടക്ടർ, സംരക്ഷകനാണെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ സംരക്ഷകനാണെന്നൊക്കെ പറയാം അല്ലെ. ഏതൊക്കെയാണ് ആ റിട്ടുകൾ ഏതെന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്കറിയാം എന്താണ് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർട്ടിയോററി, ക്വാ വാറന്റോ തുടങ്ങിയ റിട്ടുകളാണിത് അല്ലെ. അപ്പൊ നമ്മുടെ മൗലികാവകാശങ്ങള് നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഉത്തരവുകളും പുറപ്പെടുവിക്കുന്നതിനും അതുപോലെ തന്നെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള റിട്ടുകൾ പുറപ്പെടുവിപ്പിക്കുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. ആ റിട്ടുകളുടെ ചെറിയ പേരാണ് ഞാൻ പറഞ്ഞത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, ക്വാ വാറന്റോ തുടങ്ങിയവയാണ് ആ റിട്ടുകൾ. അപ്പോൾ ഈ അധികാരങ്ങൾ സുപ്രീം കോർട്ടിന് ഉണ്ടായതുകൊണ്ട് നമുക്ക് സുപ്രീം കോർട്ടിനെ എന്ത് വിളിക്കാം? മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? സോ അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആയിരുന്നു, ഇത് മേ ബി നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയില്ല, നോക്കാം. നെയിം ദ ടു പാർട്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ വിച്ച് ദ കോർ ഓഫ് ദ ഫെഡറലിസം ഹാവ് ബീൻ എനുമറേറ്റഡ്. എന്താ ചോദ്യം? എന്താ നമ്മുടെ ഭരണഘടനയിൽ ഫെഡറലിസത്തെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ ഫെഡറലിസം അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തെയും ഭരണ സംവിധാനത്തെ കുറിച്ച് പറയുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതാ? പാർട്ട് 6 and 7 ആണ് കേട്ടോ. നമ്മുടെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം ഭരണഘടനയുടെ പാർട്ട് 6 and 7 ഭാഗങ്ങളിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സോ ഒന്ന് നോട്ട് ചെയ്തോളൂ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഐഡന്റിഫൈ ദ 2 effects ആഫ്റ്റർ ദ ഇമ്പോസിഷൻ ഓഫ് പ്രസിഡന്റ്സ് റൂൾ. നമ്മൾ പറഞ്ഞു പ്രസിഡന്റ് റൂളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. പ്രസിഡന്റ് അധികാരം ഏറ്റെടുക്കുമല്ലോ നമ്മുടെ സംസ്ഥാനത്തൊക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ. പിന്നെ അവിടെ പ്രസിഡന്റ് റൂൾ അഥവാ നമ്മുടെ രാഷ്ട്രപതിയുടെ ഭരണമാണ് ഉണ്ടാവുന്നത്. അപ്പൊ അത്തരത്തില് പ്രസിഡന്റ് റൂൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഏതെങ്കിലും 2 എഫക്ട്സ് ആണ് ചോദിക്കുന്നത്. അതേ ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റിന്റെ ഘടന മാറി വന്നു എന്നുള്ളൂ. എന്താണ് ഉത്തരം? ഫസ്റ്റ് വൺ എന്താ? സംസ്ഥാന നിയമസഭ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മരവിപ്പിച്ച് നിർത്തുകയോ ചെയ്യാം അല്ലെ. പ്രസിഡന്റ് റൂള് വരുമ്പോൾ എന്ത് ചെയ്യാം? ഒന്നാമതായിട്ട് സംസ്ഥാന നിയമനിർമ്മാണ സഭ, അവിടെ നിലവിലുള്ള സംസ്ഥാന നിയമനിർമ്മാണ സഭ മരവിപ്പിച്ച് നിർത്തുകയോ അല്ലെങ്കിൽ പിരിച്ചുവിടുകയോ ചെയ്യാം. രണ്ടാമതായിട്ട് എന്താ? സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആർക്ക് ഏറ്റെടുക്കാം? രാഷ്ട്രപതിക്ക്, പ്രസിഡന്റിനെ ഏറ്റെടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിക്കോ ഗവർണർക്കോ എന്ത് ചെയ്യാം, കൊടുക്കുകയോ ചെയ്യാം. അതാണ് പ്രസിഡന്റ് റൂള് വരുമ്പോഴുള്ള 2 എഫക്ട്സ്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഓൾറെഡി അത് ഉത്തരം പഠിച്ചിട്ടുണ്ട്. ആ ഒരു ചോദ്യം വേറെ രീതിയിൽ വന്നതൊന്ന് നോട്ട് ചെയ്യാം. ഇനി അടുത്തത്, മെൻഷൻ ദ 2 functions ഓഫ് ദ സ്പീക്കർ ഓഫ് ലോകസഭ. ലോകസഭ സ്പീക്കറിന്റെ ഏതെങ്കിലും 2 ഫംഗ്ഷൻസ് ഏതൊക്കെയാ? നമുക്കറിയാം ലോകസഭ സ്പീക്കർ, ആ പേരിൽ തന്നെ നമുക്ക് അതിന്റെ ഫംഗ്ഷൻസ് കിട്ടി അല്ലെ. സഭയുടെ അധ്യക്ഷത വഹിക്കുകയും അതുപോലെ തന്നെ സഭായോഗങ്ങൾ ക്രമമായി നടത്തുകയും ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ അല്ലെ. സഭയുടെ അധ്യക്ഷത വഹിക്കുക, ലോകസഭയുടെ അധ്യക്ഷത വഹിക്കുക, സഭയുടെ എന്ത് ചെയ്യുക, യോഗങ്ങളൊക്കെ കൃത്യമായിട്ട് ക്രമമായിട്ട് നടത്തുകയും ചെയ്യുക. ഇനി രണ്ടാമത്തത് എന്താണ്? എല്ലാ ബില്ലുകളും അല്ലെങ്കിൽ എല്ലാ റിപ്പോർട്ടുകളും അല്ലെങ്കിൽ എല്ലാ പ്രമേയങ്ങളും സ്പീക്കറുടെ അനുമതിയോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കേണ്ടത്. ഇപ്പൊ എനിക്ക് ഒരു ബില്ല് എന്ത് ചെയ്യണം, ലോക്സഭയിൽ അവതരിപ്പിക്കണം. ഞാൻ ആരോടെ ചോദിക്കുക? അഫ്കോഴ്സ് സ്പീക്കറിന്റെ അനുമതിയോടുകൂടെ. സ്പീക്കറാണ് അധ്യക്ഷൻ അല്ലെ. അപ്പൊ സ്പീക്കറിന്റെ അനുമതിയോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അവതരിപ്പിക്കുന്നത്, ഓരോ പ്രതിനിധിയും അവിടെ അവതരിപ്പിക്കുന്നത്. സോ അത് തന്നെയാണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ ഫിനാൻഷ്യൽ ഫംഗ്ഷൻ, സാമ്പത്തികമായിട്ടുള്ള ചുമതലകൾ ഏതൊക്കെയാ? പാർലമെന്റിന്റെ സാമ്പത്തിക ചുമതലകൾ ഏതൊക്കെയാ? അഫ്കോഴ്സ് നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര സ്വത്ത്, നമ്മുടെ പൊതു സ്വത്ത്, പബ്ലിക് മണി, അതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ് അല്ലെ. ഏതെങ്കിലും ധനബില്ല് അവതരിപ്പിക്കുന്നതും ആർക്കൊക്കെ ഇത് കൊടുക്കണം അല്ലെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളിൽ ഇത് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്താണ്? പാർലമെന്റ് ആണ്. സോ വളരെ സിമ്പിൾ ആണ്. പാർലമെന്റിന്റെ ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് നോക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്?
പൊതുസമ്പത്തിന്റെ സംരക്ഷകനാണ് പാർലമെന്റ് അല്ലെ. കേന്ദ്ര സർക്കാരിന്റെ മുഴുവൻ പണവും നിയന്ത്രിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. സോ പാർലമെന്റ് അംഗീകാരമില്ലാതെ ഒരു രൂപ പോലും, കേന്ദ്ര സർക്കാരിന്റെ രൂപ പോലും ചെലവഴിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ പാർലമെന്റ് അംഗീകാരമില്ലാതെ പണം ചെലവഴിക്കാനാവില്ല. അതുപോലെ തന്നെ ധനബില്ലുകൾ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ ആ ധനബില്ലുകളിലെ നിയമനിർമ്മാണം നടത്തുകയൊക്കെ ചെയ്യുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ആണ് നികുതി ചുമത്തൽ, ബജറ്റ്, വാർഷിക സാമ്പത്തിക കണക്കുകൾ എന്നിവയ്ക്കുള്ള പ്രമേയങ്ങളും അംഗീകരിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. നമുക്കൊരു നികുതി വരികയാണ്, ആരെങ്കിലും എന്നാ നികുതി പിടിച്ചു പറഞ്ഞ് തരികയാണോ? അല്ല, അത് പാർലമെന്റിൽ അവതരിപ്പിച്ച് അവിടെ വോട്ടിങ്ങിന് ഇട്ടിട്ടൊക്കെയാണ് അത് വരുന്നത്. അപ്പൊ ഒരു ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ആണ് എന്ത്? നികുതി ചുമത്തൽ. അതെന്താണ്? ഒരു ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ആണ് അല്ലെ. അതുപോലെ തന്നെ ബജറ്റ്, വാർഷിക സാമ്പത്തിക കണക്കുകൾ എന്നിവയ്ക്കുള്ള പ്രമേയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പാർലമെന്റ് അംഗീകരിക്കുന്നുണ്ട്. സോ ഇതാണ് പാർലമെന്റിന്റെ ഫിനാൻഷ്യൽ ഫങ്ഷൻസ് വരുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും പലതവണ ആവർത്തിച്ചത് തന്നെയാണ്. എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളൊരു ക്വസ്റ്റ്യനിലേക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ചതാണെന്ന് പറയുകയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ ആവർത്തിച്ചതാണ്, നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തതാണ്. സോ ഏതാണ് ക്വസ്റ്റ്യൻ? സ്റ്റേറ്റ് എനി 2 ഫങ്ഷൻസ് ഓഫ് ജില്ലാ പരിഷത്ത്. ഈ ജില്ലാ പരിഷത്ത് ചിലർക്ക് ഇംഗ്ലീഷ് കാണുമ്പോൾ എന്താ ജില്ലാ പരിഷത്ത്, ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. ജില്ലാ പരിഷത്ത് എന്ന് പറഞ്ഞാൽ ജില്ലാ പരിഷത്താണ് കേട്ടോ. അപ്പോ ജില്ലാ പരിഷത്തിന്റെ ഏതെങ്കിലും 2 പ്രവർത്തനങ്ങൾ, ജില്ലാ പരിഷത്തിന്റെ ഏതെങ്കിലും 2 ഫങ്ഷൻസാ. ഏതൊക്കെയാ? വളരെ സിമ്പിൾ അല്ലെ. ജില്ലാ പരിഷത്ത് എന്ന് പറയുമ്പോൾ പേര് തന്നെ ഉണ്ട്, ജില്ലാ പരിഷത്തിലെ. അപ്പൊ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകൾ, ഒരു ജില്ല മലപ്പുറം ജില്ല, പത്തനംതിട്ട ജില്ല, തിരുവനന്തപുരം ജില്ല, ഓരോ ജില്ലയിൽ ഒരുപാട് പഞ്ചായത്തുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ വികസന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ് അല്ലെ. ഒരു ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ വികസന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. അതാണ് ജില്ലാ പരിഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ എന്ത് ചെയ്യും? ഒരുപാട് ഫണ്ട് അനുവദിക്കും അല്ലെ. അപ്പൊ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജില്ലാ പഞ്ചായത്തിന് അനുവദിച്ചിട്ടുള്ള ഫണ്ടുകൾ പഞ്ചായത്ത് സമിതികൾക്ക് എന്ത് ചെയ്യുക? വിതരണം നടത്തുക, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? വിതരണം നടത്തുക തുടങ്ങിയവയാണ് ജില്ലാ പരിഷത്തിന്റെ അഥവാ ജില്ലാ പരിഷത്തിന്റെ പ്രധാനപ്പെട്ട 2 ഫങ്ഷൻസ്. മനസ്സിലായല്ലോ? ഒന്ന്, ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ എന്ത് ചെയ്യുക? വികസന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. രണ്ടാമത്തെ എന്താ? കേന്ദ്ര സർക്കാരിൽ നിന്നും ജില്ലാ പഞ്ചായത്തിന് അനുവദിച്ചിട്ടുള്ള സ്വത്ത് ഉണ്ടാവല്ലോ, ഫണ്ടുകൾ ഉണ്ടാവല്ലോ, അത് പഞ്ചായത്തുകൾക്ക് എന്ത് ചെയ്യുക? ഇടയിൽ വിതരണം ചെയ്യുക തുടങ്ങിയതാണ് പ്രധാനപ്പെട്ട ജില്ലാ പരിഷത്തിന്റെ 2 ഫങ്ഷൻസ്. ഇനിയും ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ 2 പോയിന്റ്സ് ആണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചൈന, പാകിസ്ഥാൻ, ശ്രീലങ്ക, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്ത്യ തുടങ്ങിയ അവരുടെ ബന്ധത്തെ കുറിച്ച് ഒരു പാഠം പഠിച്ചു അല്ലെ. അപ്പൊ അതിനൊരു ചോദ്യമാണ്, സ്റ്റേറ്റ് എനി 2 ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. എന്താ ഡിസ്പ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, സംഘർഷം അല്ലെ. അപ്പോ സ്റ്റേറ്റ് എനി 2 ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യക്കും ചൈനക്കിടയിലുള്ള ഏതെങ്കിലും ഒരു 2 ഡിസ്പ്യൂട്ട്സ്, ഒരു സംഘർഷം പറയൂ. ഏതൊക്കെയാ? നമുക്കറിയാം 1959 എന്ത് ചെയ്യും? ടിബറ്റിൽ നിന്ന് ദലാലൈമ അല്ലെ, ടിബറ്റിന് എന്ത് ചെയ്യും? ചൈന ആക്രമിക്കാൻ പോകും. അപ്പൊ ടിബറ്റിൽ നിന്ന് ദലാലൈമ ഓടി വന്നിട്ട് ഇന്ത്യക്കാരെന്ത് ചെയ്യും? അഭയം കൊടുക്കും. ഇതാണ് സംഘർഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അല്ലെ. അപ്പൊ ദലൈലായ്മ സംഭവമാണ് ഇന്ത്യൻ ചൈന ബന്ധത്തിന് എന്ത് ചെയ്തത്? സംഘർഷം ജനിപ്പിച്ചത്. അങ്ങനെ 1962 ഫസ്റ്റ് ഡിസ്പ്യൂട്ട് ആണ്. 1962 ചൈന നെഫ അതിർത്തിയിലും ലഡാക്ക് അതിർത്തിയിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ശക്തമായിട്ടുള്ള സംഘർഷം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ചൈന സംഘർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ തന്നെ ചൈന നമ്മുടെ ആ സമയത്ത് ശത്രു ആയിരുന്നപ്പോ നമ്മുടെ മറ്റൊരു ശത്രു അല്ലെ, ശത്രു രാജ്യമായിട്ടുള്ള ആ സമയത്ത് ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാനുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സഖ്യം ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1965, 1971 വർഷങ്ങളിലെ ഇന്ത്യ പാക് യുദ്ധങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യ പാക് സംഘർഷങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ചൈന പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഏതെങ്കിലും 2 ഡിസ്പ്യൂട്ട്സ് എഴുതാൻ പറയുമ്പോൾ നമുക്കിത് എഴുതാം. ഓക്കെ. ഇനി മറ്റൊരു ചോദ്യമാണ്, why can the UN not be called a state? Explain. എന്തുകൊണ്ടാണ് UN അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയെ നമ്മളൊരു രാഷ്ട്രമായിട്ട് പരിഗണിക്കാത്തത്? Why can the UN not be called a state? UN എന്തുകൊണ്ട് ഒരു രാഷ്ട്രമായിട്ട് പറയപ്പെടുന്നില്ല അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ടെന്നാ ചോദിച്ചത്. എന്താ? നമുക്കറിയാം, പരമാധികാരം ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഞാൻ വീണ്ടും പറയേണ്ട ഒരുപാട് വീഡിയോസ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാ? ജനങ്ങൾ, പ്രദേശം, ഭരണകൂടം, പരമാധികാരം അല്ലെ. അപ്പോ പരമാധികാരവും സ്വതന്ത്രമായി ഭരിക്കാനുള്ള കഴിവ് ഒരു സ്റ്റേറ്റിന് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ ഇല്ലാത്തതിനാലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐക്യരാഷ്ട്രസഭയെ ഒരു രാഷ്ട്രമായിട്ട് പരിഗണിക്കാത്തത്. വളരെ സിമ്പിൾ ആണ് അല്ലെ. ഐക്യരാഷ്ട്രസഭയെ എന്തുകൊണ്ട് ഒരു രാഷ്ട്രമായിട്ട് പരിഗണിക്കുന്നില്ല? ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്ത്?
എന്ത്? ജനങ്ങൾ, പ്രദേശം, അതുപോലെ തന്നെ ഭരണകൂടം, പരമാധികാരം. അപ്പൊ ഈ ഭരണകൂടം അല്ലെങ്കിൽ പരമാധികാരം തുടങ്ങിയ രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ ഇല്ലാത്തതിനാലാണ് ഐക്യരാഷ്ട്രസഭയെ ഒരു സ്റ്റേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രമായിട്ട് എന്ത് ചെയ്യാത്തത്? പ്രഖ്യാപിക്കാത്തത്. ഇനി നമ്മള് റീജിയണൽ പാർട്ടീസും പൊളിറ്റിക്കൽ പാർട്ടീസും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പൊളിറ്റിക്കൽ പാർട്ടീസ്, നാഷണൽ പാർട്ടീസ്, പ്രാദേശിക പാർട്ടികൾ, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു 2 മാർക്കിന്റെ ചോദ്യമാണ്, നെയിം എനി 4 റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏതെങ്കിലും 4, അതായത് ഓരോ തരത്തിനും 1/2 മാർക്ക് വെച്ച് ഏതെങ്കിലും 4 പ്രാദേശിക പാർട്ടികൾ, റീജിയണൽ പാർട്ടികൾ എഴുതാനാണ്. ഏതൊക്കെയാ? നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമുക്ക് നോക്കാം. DMK, ദ്രാവിഡ മുന്നേറ്റ കഴകം. സെക്കൻഡ് വൺ നിങ്ങൾക്ക് എഴുതാട്ടോ, ഞാൻ കുറച്ച് സെലക്ട് ചെയ്തെന്നുള്ളൂ. AIADMK, ഓൾ ഇന്ത്യ അണ്ണ ദ്രാവിഡ മുന്നേറ്റ കഴകം. പിന്നെ തെലുങ്കുദേശം, മഹാരാഷ്ട്രയിലെ ശിവസേന, നാഷണൽ കോൺഫറൻസ്, ആസാം ഗണപരിഷത്ത്, ആസാമും കുറച്ച് സംസ്ഥാനങ്ങളും കൂടിയ ആസാം ഗണപരിഷത്ത് തുടങ്ങിയതൊക്കെ എന്താണ്? ഇന്ത്യൻ റിലീജിയൻ പാർട്ടീസിലെ ഉദാഹരണങ്ങളാണ്. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും 4 എണ്ണമൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. മേ ബി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് എനി 2 ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഏതെങ്കിലും 2 ലെജിസ്ലേറ്റീവ് പവർ, നിയമനിർമ്മാണപരമായിട്ടുള്ള അധികാരം ഏതൊക്കെയാ? നമ്മൾ ഒരുപാട് പവേഴ്സ്, ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഒരു ബുക്ക് ഫുള്ള് പവേഴ്സ് ആണല്ലേ. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 2 മാർക്കിന് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഏതെങ്കിലും 2 എണ്ണം മതി. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താ? പാർലമെന്റിലെ 2 സഭകളെയും, ഇപ്പൊ ലോകസഭയാവട്ടെ രാജ്യസഭയാവട്ടെ, പാർലമെന്റിലെ 2 സഭകളെയും വിളിച്ചു കൂട്ടുന്നതിനും നിർത്തിവെക്കുന്നതിനും ആർക്ക് അധികാരമുണ്ട്? രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അത് രാഷ്ട്രപതിയുടെ ഒരു ലെജിസ്ലേറ്റീവ് പവർ ആണ് അല്ലെ. അതുപോലെ തന്നെ മറ്റൊരു പവറാണ് നമ്മൾ പലപ്പോഴും പഠിച്ചതാണ്, എന്ത്? കല, സാഹിത്യം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ പ്രാഗൽഭ്യം തേടിയ 12ഓളം പേരെ രാജ്യസഭയിലേക്കും അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളായി 2 പേരെ ലോകസഭയിലേക്കും നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. അതും രാഷ്ട്രപതിയുടെ എന്താണ്? ഒരു ലെജിസ്ലേറ്റീവ് പവർ ആണ്. അതുപോലെ തന്നെ നമുക്ക് പറയാം, രാഷ്ട്രപതിയുടെ അനുമതിയോട് കൂടെ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഒരു ബില്ല് നിയമാവുള്ളൂ. ഇപ്പോൾ ലോകസഭയും രാജ്യസഭയും അംഗീകരിച്ചാലും രാഷ്ട്രപതിയുടെ അനുമതിയോട് കൂടെ മാത്രമേ ഒരു ബില്ല് നിയമമാവുകയുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ എന്താ? ഏതെങ്കിലും 2 എണ്ണം മതി. ജസ്റ്റ് ഞാൻ ഒന്നുകൂടി പറയാം. പാർലമെന്റിലെ ഏതെങ്കിലും ഒരു സഭയിലോ അല്ലെങ്കിൽ 2 സഭകളുടെയും സംയുക്ത യോഗത്തിലോ പ്രസംഗിക്കുന്നതിനോ ആർക്ക് അധികാരമുണ്ട്? നമ്മുടെ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രാഷ്ട്രപതിയുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സ്. ഇനി 2 ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും 2 ലെജിസ്ലേറ്റീവ് പവേഴ്സ് നിങ്ങൾക്ക് എഴുതാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരുപാട് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമ്മിങ് ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. എനിവേ, താങ്ക് യു.